പെഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്താകമാനം മോക്ക് ഡ്രിൽ നടന്നു. 1971 ശേഷം ഇപ്പോഴാണ് ആദ്യമായാണ് ഇങ്ങനെ ഒരു മോക്ക് ഡ്രിൽ രാജ്യമാകെ നടക്കുന്നത്. കേരളത്തിൽ 126 ഇടങ്ങളിൽ മോക്ക് ഡ്രിൽ നടന്നു. എല്ലായിടങ്ങളിലും ജനങ്ങൾ സഹകരിച്ചു. മോക്ക് ഡ്രില്ലിന്റെ പ്രധാന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം 4 മണിക്ക് തന്നെ, കൃത്യം 4 മണിക്ക് തന്നെ സൈറൺ മുഴങ്ങിയിരുന്നു. ഒരു വ്യോമാക്രമണം ഉണ്ടായാൽ എങ്ങനെ മനുഷ്യർക്ക് രക്ഷപ്പെടാം, എന്തൊക്കെ നിയമങ്ങളാണ് പാലിക്കേണ്ടത്, എന്തൊക്കെയാണ് ഒരു വീടിനുള്ളിൽ ചെയ്യേണ്ടത്, ഒരു ഓഫീസിലായിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, റോഡിലായിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു അവയർനെസ് ആയിരുന്നു ഈ മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഷോപ്പിംഗ് മാളിലോ റോഡിലോ ഒക്കെ ആണെങ്കിൽ, നമ്മൾ റോഡിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു തുറസായ സ്ഥലത്താണെങ്കിൽ സൈറൺ മുഴങ്ങിയാൽ ഉടൻ തന്നെ ഒരു കെട്ടിടത്തിലേക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു മറവുള്ള സ്ഥലത്തേക്കോ മാറേണ്ടതാണ് തീർച്ചയായും. ഇനി കെട്ടിടങ്ങൾക്കുള്ളിലാണെങ്കിൽ ലൈറ്റുകൾ അണയ്ക്കുക, ജനാലകൾ അടയ്ക്കുക, വെളിച്ചം പുറത്തേക്ക് പോകാത്ത രീതിയിൽ ജനാലകൾ അടയ്ക്കുക. കാരണം വ്യോമാക്രമണം ഉണ്ടാകുമ്പോൾ ഈ വെളിച്ചങ്ങളും ഒക്കെ കണ്ടിട്ടാണ് അവർ ടാർഗറ്റിനെ ലക്ഷ്യം വെക്കുക. അതുകൊണ്ട് അങ്ങനെ ടാർഗറ്റ് ലക്ഷ്യം ആക്കത്തക്ക രീതിയിൽ വെളിച്ചമുള്ള ഒരു സാധനങ്ങളും പുറത്തേക്ക് കാണത്തക്ക രീതിയിൽ വെക്കരുത് എന്നാണ് പറഞ്ഞത്, മോക്ക് ഡ്രില്ലിലൂടെ പരിശീലനം കൊടുത്തത്. അതായത് വീടിനുള്ളിലാണെങ്കിൽ ഉപയോഗിച്ചിരിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം ക്ലോസ് ചെയ്യുക, ഗ്യാസ് ഓഫ് ചെയ്യുക, അതുപോലെ ഒരു കിറ്റ് ഉണ്ടാക്കി വയ്ക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ അത്യാവശ്യം ടോർച്ച് ലൈറ്റ്, അതുപോലെയുള്ള ഉപകരണങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ്, ഫസ്റ്റ് എയ്ഡ്, ഒരു കുപ്പി വെള്ളം, ഇവയെല്ലാം ഒരു ചെറിയൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് പോലെ ഉണ്ടാക്കി വയ്ക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. ഈ മോക്ക് ഡ്രില്ലിന്റെ പ്രധാന വശം എന്ന് പറയുന്നത് സിവിൽ ഡിഫൻസിലുള്ളവർ സൈറൺ കേട്ട ഉടനെ അവരുടെ പരിശീലന പരിപാടികൾ ആരംഭിച്ചിരുന്നു. നേരത്തെ തന്നെ ജനങ്ങൾക്ക് അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് തന്നെ, കൃത്യം 4 മണിക്ക് തന്നെ സൈറൺ മുഴങ്ങും. രണ്ടാമത്തെ സൈറൺ 3 സൈറൺ മുഴങ്ങും. മൂന്നാമത്തെ സൈറൺ കൃത്യം 4 മണിക്ക് തന്നെ സൈറൺ മുഴങ്ങും. 3 സൈറണുകളാണ് മുഴങ്ങുക. ആദ്യത്തേത് ഒരു ഒരു വ്യോമാക്രമണം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിക്കുള്ള ഒരു സൈറനാണ് മുഴങ്ങുക. വളരെ ശബ്ദത്തിലാണ്, വളരെ 150 ഡെസിബലോളം ശബ്ദത്തിലാണ് സൈറൺ മുഴങ്ങുക. ഒരുവിധമുള്ള എല്ലാവർക്കും ഇത് കേൾക്കത്തക്ക രീതിയിലായിരിക്കും. 1 കിലോമീറ്റർ ദൂരത്തിൽ നിന്നാൽ വരെ 60 ഡെസിബൽ ശബ്ദത്തിൽ നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്ന തരത്തിലാണ് സൈറണുകൾ ഫിറ്റ് ചെയ്തിരുന്നത്. ഇനി അടിയന്തര സാഹചര്യത്തിൽ റിയലായി ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ സൈറനുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ മതസ്ഥാപനങ്ങളുടെയും മറ്റും ഉപകരണങ്ങൾ, അവരുടെ മൈക്കുകളും മറ്റും ഉപയോഗിച്ച് അനൗൺസ്മെന്റ് കൊടുക്കാവുന്നതാണ്. അതാകുമ്പോൾ രാജ്യത്ത് എല്ലാ സ്ഥലങ്ങളിലും ഒരുവിധം കവറേജ് ഉള്ളതാണ്. മതസ്ഥാപനങ്ങളുടെ മൈക്കുകളും അതുപോലുള്ള സാധനങ്ങളും എല്ലാം ഉപയോഗിച്ച് അവയർനെസ് കൊടുക്കാവുന്നതാണ് എന്നും സിവിൽ ഡിഫൻസ് ആണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ സിവിൽ ഡിഫൻസിന്റെ മോക്ക് ഡ്രില്ലുകൾ എല്ലാം ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ എങ്ങനെ ഒരാളെ രക്ഷിക്കാം, എങ്ങനെ ആശുപത്രിയിലെത്തിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയായിരുന്നു മോക്ക് ഡ്രിൽ. സിവിൽ ഫയർഫോഴ്സ് ഉൾപ്പെടെ, ഗവൺമെന്റ് ഓഫീസുകൾ ഉൾപ്പെടെ, അതുപോലെ സെക്രട്ടേറിയറ്റിലും അറിയിപ്പ് കൊടുത്തിരുന്നു. എല്ലാ ഗവൺമെന്റ് സർവീസിലുള്ള ഉദ്യോഗസ്ഥരും ഇതിന് സംബന്ധിച്ചിരുന്നു, ഇതിന് പങ്കെടുത്തിരുന്നു. അവർ അതിനെ അനുകൂലിച്ച് കൊടുത്തിരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവരവരുടെ കടമകൾ നിർവഹിക്കുകയുണ്ടായി. ഇത് ഷോപ്പിംഗ് മാളുകളിലും മറ്റും അവരും സഹകരിച്ചു. ചില ലുലു മാൾ പോലുള്ള ഷോപ്പിംഗ് മാളുകളിൽ ഈ വൈദ്യുതി വിച്ഛേദിക്കുമ്പോൾ ഉണ്ടായ ചില തടസ്സങ്ങളുണ്ടായി. പ്രധാനമായും ചില ഷോപ്പുകളിൽ വൈദ്യുതി വിച്ഛേദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ അവരുടെ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത് കൊണ്ട് വെളിച്ചങ്ങളുണ്ടായി.
അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിയാൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായില്ല. ജനങ്ങൾക്ക് കൃത്യമായി അവയർനെസ് കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു മോക്ക് ഡ്രിൽ തന്നെയായിരുന്നു നടന്നത്. ഇതുപോലെ വീടുകളിലും ഒരു ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് നീങ്ങേണ്ടതാണ്. അതിനായി വീടുകളിലും ഒരു മോക്ക് ഡ്രിൽ ഇതുപോലെ നടത്തേണ്ടതാണെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇത് പാനിക്കാവാൻ വേണ്ടിയല്ല, ഇതൊരു അവയർനെസ് മാത്രമാണ്. ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമുക്ക് എങ്ങനെ നേരിടാൻ കഴിയും എന്നൊരു മുന്നറിയിപ്പ് മാത്രമാണ് ഈ മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. പെഹൽഗാമിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഭീകരരുടെ വെടിയേറ്റ് മരിച്ച നാവികസേനാ ഓഫീസർ ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ ഭാര്യ മൃതദേഹത്തിന് സമീപം കരഞ്ഞ് വറ്റിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഹിമാൻഷയുടെ ചിത്രം നമ്മളെല്ലാവരും കണ്ടതാണ്. ആരെയും കരയിപ്പിക്കുന്ന രംഗമായിരുന്നു അത്. വിവാഹം കഴിഞ്ഞ് 6ാമത്തെ ദിവസമാണ് ഹിമാൻഷിക്ക് തന്റെ ഭർത്താവിനെ നഷ്ടമായത്. മധുവിധു ആഘോഷിക്കുന്നതിനായി പെഹൽഗാമിൽ എത്തിയതായിരുന്നു ഹിമാൻഷിയും വിനയും. ഹിമാൻഷിയുടെ ഭർത്താവിനെ പോലെ 26 പേരുടെ ഭർത്താക്കന്മാരെയാണ് പെഹൽഗാം ആക്രമണത്തിൽ ഭീകരർ നിഷ്ഠൂരം കൊലപ്പെടുത്തിയത്. ഇവരുടെ എല്ലാം കണ്ണീരിന് ഇന്ന് രാവിലെയാണ് ഇന്ത്യ തിരിച്ചടി നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ എന്നറിയപ്പെടുന്ന തിരിച്ചടിയാണ് ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സ് പാകിസ്ഥാനെതിരെ നടത്തിയത്. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടത് എന്ന് അധികൃതർ പറയുന്നു. ഇന്ത്യ ഉചിതമായ മറുപടിയാണ് നൽകിയതെന്ന് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ മാതാപിതാക്കളുടെ പെൺമക്കളുടെ സിന്ദൂരം തുടച്ചു നീക്കിയ ഭീകരർക്കുള്ള ഒരു മറുപടിയാണെന്ന് ബന്ധുക്കൾ മാധ്യമങ്ങളെ അറിയിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു, ഇതിലും നല്ലൊരു പേര് ഈ ആക്രമണത്തിന് ഇടാനില്ല എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. പെഹൽഗാം ആക്രമണം കഴിഞ്ഞ് 15ാം ദിവസമാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത്. കോട്ലി, ബഹൽപൂർ, മുസഫറാബാദ് എന്നിവിടങ്ങളിലാണ് ആക്രമണം നടന്നത്. പാകിസ്ഥാനിലെ 4 ഭീകര കേന്ദ്രങ്ങളും പാക് അധീന കാശ്മീരിലെ 5 ഭീകര കേന്ദ്രങ്ങളുമാണ് സൈന്യം തകർത്തത്. ഇന്ത്യ ലക്ഷ്യം വെച്ചത് ഇത്രയും ഭീകര കേന്ദ്രങ്ങളാണ്. അവിടെ എല്ലാം കൃത്യമായി ഇന്ത്യയുടെ ആക്രമണം നടന്നു. പുറത്തുവരുന്ന വിവരം ഭീകര സംഘടനകളുടെ കൺട്രോൾ റൂമുകൾ തകർത്തുവെന്ന് വിവരം കരസേനയും വ്യോമസേനയും പുറത്തുവിട്ടിട്ടുണ്ട്. നീതി നടപ്പാക്കപ്പെട്ടുവെന്ന് ഇന്ത്യൻ സൈന്യം പ്രതികരിച്ചു. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണെന്നും ഇന്ത്യ വ്യക്തമാക്കി. പാകിസ്ഥാനിൽ 5 ഇടങ്ങളിൽ ആക്രമണം സ്ഥിരീകരിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ ആക്രമണങ്ങളെല്ലാം നടക്കുന്നതിന്റെ പാക് ഷെല്ലിങ്ങിൽ ഇന്ത്യയുടെ 3 പേർ കൊല്ലപ്പെട്ടതായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ജയ്ഷ മുഹമ്മദിന്റെയും ലഷ്കർ-ഇ തോയ്ബയുടെയും ഭീകര പരിശീലന ക്യാമ്പുകളിൽ ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് വെടിവെയ്പുണ്ടായത്. പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് സൈന്യം അറിയിച്ചു. പാകിസ്ഥാന്റെ ഷെല്ലിങ്ങിനിടെ അതിർത്തിയിലെ 3 വീടുകൾക്കും തീപിടിച്ചു. പൂഞ്ച്, രജൌരി, കുപ്വാര മേഖലകളിലെ 7 ഇടങ്ങളിലാണ് കനത്ത ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷെല്ലിങ്ങിനും അവിടെ സാധ്യത വളരെയേറെ കൂടുതലാണ്. വീടുകൾക്ക് തീപിടിച്ചാണ് അപകടമുണ്ടായത്. എന്നാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടിയിൽ പാകിസ്ഥാനിൽ ഭീകരർ 80 പേരോളം കൊല്ലപ്പെട്ടു എന്നും 55 പേരോളം പരിക്കേൽക്കപ്പെട്ടു എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ 300 പേരോളം കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. എന്നാൽ ഈ ആക്രമണം ഇന്ത്യ നടത്തിയത് പാകിസ്ഥാന്റെ
സൈനിക കേന്ദ്രങ്ങളൊന്നും ലക്ഷ്യം വയ്ക്കാതെയാണ് പാകിസ്ഥാനിലെ ചില മസ്ജിദുകളും മദ്രസകളുമൊക്കെയാണ് ടാർഗറ്റ് ചെയ്ത് ഷെല്ലാക്രമണം നടത്തിയതെന്ന് പറയപ്പെടുന്നു. BBC പോലുള്ള മാധ്യമങ്ങളാണ് ഇതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. പാകിസ്ഥാനിലെ സിയാൽകോട്ട് മേഖലകളിലും പാക് അധിനിവേശ കാശ്മീരിലും ആയിട്ടാണ് ആക്രമണങ്ങൾ നടന്നത്. ധാരാളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. നിരപരാധികളായ ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കരുതെന്നാണ് പാകിസ്ഥാനോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ ഇന്ത്യയിലെയും നിരപരാധികളായ ജനങ്ങൾക്ക് മേൽ ആക്രമണം ഉണ്ടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് ഏത് രീതിക്ക് നേരിടണമെന്നുള്ള ആ ഒരു മോക്ക് ഡ്രില്ലാണ് ഇന്ന് നടന്നിട്ടുള്ളത്. അതനുസരിച്ച് എല്ലാവരും കൈകാര്യം ചെയ്യേണ്ടത് തന്നെയാണ്. മോക്ക് ഡ്രില്ലുകൾ ഇനിയും നടത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും സ്കൂളുകൾ കേന്ദ്രീകരിച്ചും മോക്ക് ഡ്രില്ലുകൾ നടത്താനുള്ള സംവിധാനങ്ങൾ സർക്കാർ ചെയ്തിട്ടുണ്ട്. സർക്കാർ എന്ന് പറയുമ്പോൾ സിവിൽ ഡിഫൻസ് ആണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം വഹിക്കുന്നത്. ഈ സിവിൽ ഡിഫൻസിന്റെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ തീർച്ചയായും പാലിക്കേണ്ടത് തന്നെയാണ്. സൈറൻ മുഴങ്ങുമ്പോൾ തീർച്ചയായും അതിൽ അവർ പറഞ്ഞിട്ടുള്ളതുപോലെയുള്ള നിർദ്ദേശങ്ങൾ വീടുകളിലും ഓഫീസുകളിലും പൊതുനിരത്തുകളിലും പാലിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ ലിഫ്റ്റുകളിൽ പോകുന്നവർ സൈറൻ കേട്ടാൽ ഉടൻ തന്നെ പുറത്തേക്ക് വരേണ്ടതാണ്. കാരണം വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ തീർച്ചയായും ഒരു മുന്നറിയിപ്പ് കിട്ടുമ്പോൾ തന്നെ വാഹനങ്ങൾ നിർത്തേണ്ടതും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടതുമാണ്. കാരണം വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ റോഡിലെ സിഗ്നലുകളെല്ലാം നിലയ്ക്കുന്നതാണ്, എല്ലാം ഓഫ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് വാഹനങ്ങൾ ഓടിച്ചാൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഓടിച്ചു പോകുന്നവർ പ്രത്യേകം സുരക്ഷിതത്വം പാലിക്കേണ്ടതാണ്, സ്വയം നിയന്ത്രിക്കേണ്ടതുമാണ്. പ്രത്യേകിച്ച് വലിയ വലിയ കെട്ടിടങ്ങളുടെ ലിഫ്റ്റിൽ അകപ്പെട്ടു പോകുന്നവർ പെട്ടെന്ന് തന്നെ പുറത്തു വരാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, അധികൃതരെ എത്രയും പെട്ടെന്ന് വിവരങ്ങൾ അറിയിക്കുക. ഇതൊക്കെയാണ് ഒരു മുൻകരുതലായി ചെയ്യേണ്ടത്. അപ്പോൾ നമസ്കാരം.